ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുഗൃഞ്ജകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സുരമന്ദിരതരു മൂലനിവാസ ശയ്യാഭൂതലമജിനം വാസ സുരമന്ദിരതരു മൂലനിവാസ ശയ്യാഭൂതലമജിനം വാസ സർവപരിഗ്രഹ ഭോഗത്യാഗ കസ്യ സുഖം ന കരോതി വിരാഗ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. വൈരാഗ്യമാണ് അഭയം എന്ന് പറയുകയാണ്. വൈരാഗ്യം നേടിക്കഴിഞ്ഞാൽ മറ്റൊന്നും വേണ്ട. അത് പറഞ്ഞിട്ട് തൃഷ്ണാക്ഷയ സുഖസ്ഥിതേ നാർഹതശോടശീങ്കലാം എന്നാണ്. തൃഷ്ണാക്ഷയം കൊണ്ടുണ്ടാകുന്ന വൈരാഗ്യം അത് കാമസുഖ യച്ച കാമസുഖം ലോകേ യച്ച ദിവ്യം മഹാസുഖം തൃഷ്ണാക്ഷയ സുഖസ്ഥിതേ നാർഹതശോടശീങ്കലാം എന്നാണ്. അപ്പോൾ കാമസുഖമായ ഇന്ദ്രിയ സംയോഗജന്മമുണ്ടാകുന്ന വിഷയേന്ദ്രിയ സംയോഗമുണ്ടാകുന്ന സുഖങ്ങൾ, അതുപോലെ ദിവ്യമായ സ്വർഗീയ അനുഭൂതികൾ, ഇതൊക്കെ നിന്നുണ്ടായാലും ഈ തൃഷ്ണാക്ഷയം കൊണ്ട് ആശാനാശം കൊണ്ട് വൈരാഗ്യം കൊണ്ട് കിട്ടുന്നതായ യാതൊരു സുഖമുണ്ടോ ആ സുഖത്തിൻ്റെ 1000-1 പോലും ആകുന്നില്ല എന്നാണ്. അതുകൊണ്ട് പറയുകയാണ് തൃഷ്ണാക്ഷയത്തിന് വേണ്ടി ഇത് ചെയ്യണം എന്നാണെങ്കിൽ ഇതെല്ലാം വിടണം എന്നാണ്. അതാണ് സുരമന്ദിരതരു മൂലവിലാസ. സ്വർഗത്തിൽ സുരമന്ദിര ദേവന്മാരുടെ ഗൃഹത്തിലും വൃക്ഷമൂലത്തിലും താമസിക്കാം. അതുപോലെ ശയ്യ ഭൂതലം കിടക്കുന്ന വെറും ശയ്യയിലാണ്, വെറും തറയിലാണ്, അല്ലാതെ പട്ടുമെത്തയൊന്നുമില്ല. പട്ടുമെത്തയില്ല, വലിയ മരച്ചുവട്ടിലാണ് താമസിക്കുന്നത്. സ്വർഗത്തിലായാലും ശരി മരച്ചുവട്ടിൽ തന്നെ. അങ്ങനെ ശയ്യാഭൂതലം ഉടുക്കുന്നതോ അജിനം വാസ തോലാണ് ഉടുക്കുന്നത്. അപ്പോൾ തോലുടുത്ത് വൃക്ഷച്ചുവട്ടിൽ ജീവിച്ച് വെറും തറയിൽ കിടന്ന് അങ്ങനെ കഴിഞ്ഞാൽ അതോടുകൂടി എന്തുവരും? സർവപരിഗ്രഹ സംഘത്യാഗ. എല്ലാ സംഘങ്ങളും പറ്റലുകളും ഉപേക്ഷിക്കുക. ഭാര്യാപുത്രാദികളും അതുപോലെ ബന്ധുക്കളുമുള്ളതായ ബന്ധുക്കൾ വിത്തമോഹം മുതലായ സകല സംഘങ്ങളെയും ഉപേക്ഷിക്കുമ്പോൾ ആണ് അവന് എന്ത് വരുന്നതാണെങ്കിൽ അതിന് വിരാഗമുണ്ടാകും. ആ വിരാഗമുണ്ടായാൽ അവന് പരമസുഖമായി. കസ്യ കരോതിന് സുഖം വിരാഗ എന്നാണ്. വിരാഗം ആർക്കാണ് സുഖമുണ്ടാകാത്തത്? വൈരാഗ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പരമസുഖമാണ്. പിന്നെ മനസ്സിന് അല്ലലില്ല, ഒന്നിനെ പുറകിൽ ഓടി നടക്കില്ല. മനസ്സങ്ങനെ നിശ്ചലമായി ആ പരമാത്മാവിൽ തന്നെ ഉറച്ചിരിക്കും. നേരത്തെ പറഞ്ഞ നിശ്ചല തത്വമായി തീരും. നിശ്ചല തത്വമായി തീർന്നാൽ പിന്നെ ജീവൻ മുക്തിയാണ്, അവനെ മറ്റൊന്നും വേണ്ട. അതുകൊണ്ട് സ്വർഗലോകത്തിൽ ആയാലും ശരി, വൃക്ഷച്ചുവട്ടിലായാലും ശരി, കിടക്കുന്ന തറയിലായാലും ശരി, അതുപോലെ തന്നെ തോലുടുത്ത് അങ്ങനെ നടന്നാലും ശരി, എല്ലാ തരത്തിലായാലും എല്ലാ പരിഗ്രഹങ്ങളെയും തൻ്റെ ബന്ധപ്പെട്ടതായ സകല വസ്തുക്കളെയും അതിലുള്ള ആശയെയും വെടിഞ്ഞ് ആ വൈരാഗ്യത്തോടു കൂടി ജീവിച്ചാൽ അവന് പരമസുഖമാണ്. ആണ് വൈരാഗ്യമേവ അഭയം എന്ന് പറഞ്ഞു. വൈരാഗ്യമാണ് ഏറ്റവും വലിയ അഭയം, ഭയമില്ലാത്ത അവസ്ഥ. വൈരാഗ്യമില്ലാത്തടത്തോളം കാലം വിഷയസുഖങ്ങളുടെ പുറകെ നടക്കുന്നിടത്തോളം കാലം അവനൊരിക്കലും മനസ്വസ്ഥതയുണ്ടാവില്ല. മനസ്സ് ചഞ്ചലമായി അങ്ങനെ ഓടിക്കോടി ഓരോന്നിൻ്റെ പുറകിൽ നിരതിൽ ഓടി നടന്ന് അങ്ങനെ ചലിക്കുന്ന പോലെ അവൻ ഓടി നടക്കും. അതുകൊണ്ട് നീ ഈ ഇതിനൊന്നും വഴിപ്പെടാതെ
ഇങ്ങനെയുള്ള ചഞ്ചലമായ ഒരു മനസ്സിൻ്റെ പുറകെ പോകാൻ മനസ്സിനെ അടക്കി വൈരാഗ്യം നേടി ആ വൈരാഗ്യം കൊണ്ടുണ്ടാകുന്ന പരമസുഖം അനുഭവിക്കണം. ആ പരമസുഖം വൈരാഗ്യവും പരമസുഖവും ലഭിക്കണമെങ്കിൽ ഭഗവാന്റെ ഭജനമാണ് ഈ വാർദ്ധക്യത്തിൽ നിനക്ക് വിധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഹേ മൂഢ, നീ ഗോവിന്ദനെ ഭജിച്ച് മനഃശാന്തിയോടുകൂടി നിൻ്റെ ജന്മകൃത്യം ജന്മകർത്തവ്യം നിറവേറ്റു, ജന്മം സഫലമാക്കൂ എന്ന് ആചാര്യർ ഉപദേശിക്കുകയാണ് ഈ പദ്യത്തിലൂടെ.